ഹലോ PSC ആസ്പിരൻസ്, യൂണിവേഴ്സിറ്റി LGS മെയിൻസ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ക്വിക്ക് റിവിഷനാണ്, എക്സാം ഓറിയൻറ്റഡ് റിവിഷനാണ്. സസ്യലോകത്തെ അടുത്തറിയാൻ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമുള്ള ചോദ്യങ്ങൾ പഠിക്കാം. വീഡിയോ നിങ്ങൾ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് കാണണം, എന്നാലേ നോട്ട്സ് വായിക്കാൻ പറ്റും. സസ്യലോകത്തെ അടുത്തറിയാം. ഇലകളിൽ വെച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ എന്താണ്? പ്രകാശ സംശ്ലേഷണം. ഇലകളിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള വർണ്ണവസ്തുവിൻ്റെ പേര് ഹരിതകം എന്നാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതകം, ലവണങ്ങൾ, ജലം എന്നിവയാണ് ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇലകളിൽ വെച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ എന്താണ്? ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണമാണ്. ഇലകളിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള വർണ്ണ വസ്തു ഏതാണ്? ഹരിതകമാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതകം, ലവണങ്ങൾ, ജലം. ക്ലിയർ ആണോ? അടുത്തത് നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ. അപ്പോൾ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതകം, ലവണങ്ങൾ, ജലം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസും ഓക്സിജനും. അടുത്ത ചോദ്യം. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള സസ്യങ്ങളെ എന്ത് വിളിക്കും? സ്വപോഷികൾ എന്ന് പറയും. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള സസ്യങ്ങളാണ് സ്വപോഷികൾ. ജലവും ലവണവും സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് സൈലം. ജലവും ലവണവും സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് സൈലം. നിർമ്മിച്ച ആഹാരം ഇലയിൽ നിന്ന് സസ്യത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഫ്ലോയം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ആഹാരം നിർമ്മിക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡും ആഹാരം നിർമ്മിക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനുമാണ്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് എന്താണ്? ഹരിതകമാണ്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കിയാലോ. ഇലകളിൽ വെച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ എന്തു പറയുന്നു? പ്രകാശ സംശ്ലേഷണം. ഇലകളിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള വർണ്ണവസ്തു ഹരിതകമാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതകം, ലവണങ്ങൾ, ജലം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? സ്വപോഷികൾ എന്നറിയപ്പെടും. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള സസ്യങ്ങൾ സ്വപോഷികൾ എന്ന് അറിയപ്പെടും. ജലവും ലവണവും സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് സൈലം. നിർമ്മിച്ച ആഹാരം ഇലയിൽ നിന്ന് സസ്യത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഫ്ലോയം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം. ആഹാരം നിർമ്മിക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. അടുത്തത് നോക്കാം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് എന്താണ്? ഹരിതകമാണ്. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് എന്താണ്? വർണ്ണകങ്ങളാണ്. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. മഞ്ഞ നിറം നൽകുന്ന വർണ്ണം ഏതാണ്? സാന്തോഫിലാണ്. ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്നത് ഏതാണ്? കരോട്ടിനാണ്. ചുവപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന വർണ്ണകം ഏതാണ്? ആന്തോസിയാനിൻ. അപ്പോൾ ചീരയിൽ എന്താണെന്നുള്ള ചോദിച്ചാൽ ആന്തോസിയാനിനാണ്. ആന്തോസിയാനിൻ. ഓക്കെ. അപ്പോൾ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന എന്താണ്? വർണ്ണകങ്ങളാണ്. മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? സാന്തോഫിലാണ്. ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? കരോട്ടിനാണ്. ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഉച്ഛ്വാസവായുവായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. സസ്യങ്ങളും ജന്തുക്കളും ഉച്ഛ്വാസവായുവായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികൾ ഏതാണ്? എപ്പിഫൈറ്റുകളാണ്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമായിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികൾ എപ്പിഫൈറ്റുകളാണ്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികളാണ് എപ്പിഫൈറ്റുകൾ. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യം എപ്പിഫൈറ്റുകളാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യം. ഇവർ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഉദാഹരണം മരവാഴ.
അടുത്ത ചോദ്യം അതാണ്. മരവാഴ ഏത് വിഭാഗത്തിൽപ്പെടുന്ന സസ്യമാണ്? എപ്പിഫൈറ്റാണ് മരവാഴ. അടുത്ത ചോദ്യം, ഇലകളും വേരുകളാണ്. ഇലകളും വേരുകളും ഉണ്ടെങ്കിൽ കൂടിയും ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അർദ്ധപരാത സസ്യങ്ങൾ എന്ന് അറിയപ്പെടും. എത്തിൽ കണ്ണി ഒരു അർദ്ധപരാത സസ്യമാണ്. അതായത് ഇലകളും വേരുകളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും ഒക്കെ വലിച്ചെടുക്കും. മറ്റേതങ്ങനെ എപ്പിഫൈറ്റ്സ് അങ്ങനെയല്ല, അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യമാണ്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് അവർ മറ്റ് സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇലകളും വേരുകളും സ്വന്തമായിട്ടുണ്ടെങ്കിൽ കൂടിയും ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ എന്താണ്? അർദ്ധപരാത സസ്യങ്ങളാണ്. ഇത്തിൽക്കണ്ണി ആ വിഭാഗത്തിൽപ്പെടുന്ന സസ്യമാണ് ഇത്തിൽക്കണ്ണി. ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? റഫ്ലേഷ്യയാണ് ഏറ്റവും വലിയ പുഷ്പം. മൂടില്ലാത്താളി, റഫ്ലേഷ്യ എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു? പൂർണ്ണപരാത സസ്യങ്ങളാണ്. മൂടില്ലാത്താളി, റഫ്ലേഷ്യ എന്നിവ പൂർണ്ണപരാത സസ്യങ്ങളാണ്. ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ എന്ത് വിളിക്കും? ശവോപജീവികൾ എന്ന് വിളിക്കും. ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ ശവോപജീവികൾ എന്ന് വിളിക്കും. മറ്റു ചെടികളിൽ പടർന്നു കയറി വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെ എന്ത് വിളിക്കും? ആരോഹികൾ എന്ന് വിളിക്കും. മറ്റു ചെടികളിൽ പടർന്നു കയറി വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെ എന്ത് പറയും? ആരോഹികൾ എന്ന് പറയും. ചെടികളിൽ പടർന്നു കയറി വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങൾ എന്താണ്? ആരോഹികൾ. താങ്ങുകളിൽ പിടിച്ചു വളരാൻ ആരോഹികളെ സഹായിക്കുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗമുണ്ട്. അതെന്തെന്നറിയപ്പെടും? പ്രധാനങ്ങൾ എന്നറിയപ്പെടും. താങ്ങുകളിൽ പിടിച്ചു വളരാനായിട്ട് ആരോഹികളെ സഹായിക്കുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗം അതെന്താണ്? പ്രധാനങ്ങൾ. നമ്മൾ പാവൽ ചെടിയിലൊക്കെ കണ്ടിട്ടില്ലേ? ആ സ്പ്രിങ് പോലെയുള്ള സാധനം, പാഷൻ ഫ്രൂട്ട്, അതിലൊക്കെയുള്ള താങ്ങുകളിൽ പിടിച്ചു വളരാൻ ആരോഹികളെ സഹായിക്കുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗം പ്രധാനങ്ങൾ എന്ന് അറിയപ്പെടും. അടുത്ത ചോദ്യം, നിലത്ത് പടർന്ന് വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെ എന്ത് വിളിക്കും? ഇഴവള്ളികൾ എന്ന് വിളിക്കും. നിലത്ത് പടരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെ ഇഴവള്ളികൾ എന്ന് വിളിക്കും. പേരാലിൽ കാണപ്പെടുന്ന ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ എന്താണ്? പേരാലിൽ കാണപ്പെടുന്ന ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ എന്ത് അറിയപ്പെടും? ആ വേരുകളെ എന്ത് വിളിക്കും? താങ്ങുവേരുകൾ എന്ന് പറയും. പേരാലിൽ കാണപ്പെടുന്ന വേരുകൾ എന്താണ്? താങ്ങുവേരുകളാണ്. കൈതച്ചെടിയിൽ കാണുന്ന തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ, സപ്പോർട്ടിന് ഇങ്ങനെ കൈതച്ചെടിയിൽ നിന്ന് തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളുണ്ട്, പൊയ്ക്കാൽ വേരുകൾ എന്ന് അറിയപ്പെടും. അപ്പം താങ്ങുവേരുകൾ എന്താണ്? പേരാലിലൊക്കെ കാണപ്പെടുന്ന ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ. കൈതച്ചെടിയിൽ കാണുന്ന തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ എന്താണ്? പൊയ്ക്കാൽ വേരുകൾ. കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകളെ എന്ത് വിളിക്കും? വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകളാണ് കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകൾ. അതിനെ ശ്വസന വേരുകൾ എന്ന് പറയും. ശ്വസന വേരുകൾ. ചെടിയിൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകളെ എന്ത് പറയും? ശ്വസന വേരുകൾ എന്ന് പറയും. അതുപോലെ മരച്ചീനിയിൽ നിന്ന് മരച്ചീനി പോലെ ആഹാരം സംഭരിച്ചു വയ്ക്കാൻ സാധിക്കുന്ന വേരുകളുടെ പേര് സംഭരണ വേരുകൾ എന്നാണ്. മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡം എന്താണ്? ഭൂകാണ്ഡങ്ങൾ എന്നറിയപ്പെടും. ഭൂകാണ്ഡങ്ങൾ. ഉദാഹരണം ഉരുളക്കിഴങ്ങ്. അപ്പോൾ കണ്ടൽ ചെടിയിൽ കാണുന്ന അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളെ എന്ത് പറയും? ശ്വസന വേരുകൾ. മരച്ചീനി പോലെ ആഹാരം സംഭരിച്ചു വയ്ക്കാൻ സാധിക്കുന്ന വേരുകളെ എന്ത് പറയും? സംഭരണ വേരുകൾ. മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡം എന്ത് പേരിൽ അറിയപ്പെടും? ഭൂകാണ്ഡങ്ങൾ. ഉദാഹരണം ഉരുളക്കിഴങ്ങ്. കൈതച്ചെടിയിൽ കാണുന്ന തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ എന്താണ്? പൊയ്ക്കാൽ വേരുകൾ. നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. സസ്യലോകത്തെ അടുത്തറിയാം. ഇലകളിൽ വെച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം. ഇലകളിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള വർണ്ണവസ്തു ഹരിതകം. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതകം, ലവണങ്ങൾ, ജലം എന്നിവയാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഓക്സിജൻ എന്നിവയാണ്. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേര് സ്വപോഷികൾ. ജലവും ലവണവും സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് സൈലം. നിർമ്മിച്ച ആഹാരം ഇലയിൽ നിന്ന് സസ്യത്തിൻ്റെ വിവിധ ഭാഗത്തിലേക്ക് എത്തിക്കുന്ന കുഴലുകൾ ഫ്ലോയം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ആഹാരം നിർമ്മിക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് എന്താണ്? ഹരിതകം. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് എന്താണ്? വർണ്ണകങ്ങൾ. മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? സാന്തോഫിലാണ് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം. ഓറഞ്ചും മഞ്ഞയും കലർന്ന മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം കരോട്ടിനാണ്. ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ആന്തോസയാനിൻ. അപ്പം മഞ്ഞ സാന്തോഫിൽ, ഓറഞ്ചും മഞ്ഞയും കരോട്ടിൻ, ചുവപ്പ് നിറം ആന്തോസയാനിൻ.
സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഉച്ഛ്വാസവായുവായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികൾ എപ്പിഫൈറ്റുകളാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യമാണ് എപ്പിഫൈറ്റുകൾ. മരവാഴ ഏതു വിഭാഗത്തിൽപ്പെടുന്ന സസ്യമാണ്? എപ്പിഫൈറ്റാണ്. ഇലകളും വേരുകളും ഉണ്ടെങ്കിൽ കൂടിയും ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ എന്ന് പറയും? അർദ്ധപരാത സസ്യങ്ങൾ എന്ന് പറയും. ഉദാഹരണം ഇത്തിൽ കണ്ണിയാണ്. ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യയാണ്. മൂടില്ലാത്ത ആളി, റഫ്ലേഷ്യ എന്നിവ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പൂർണ്ണപരാത സസ്യങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെടുന്നു. ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ എന്ത് വിളിക്കും? ശവോപജീവികൾ. മറ്റു ചെടികളിൽ പടർന്നു കയറി വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെ എന്ത് വിളിക്കും? ആരോഹികൾ. താങ്ങുകളിൽ പിടിച്ചു വളരാൻ ആരോഹികളെ സഹായിക്കുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗം എന്താണ്? പ്രധാനങ്ങൾ. നിലത്ത് പടർന്നു വളർന്ന ദുർബലകാണ്ഡ സസ്യങ്ങൾ ഇഴവള്ളികൾ. പേരാലിൽ കാണപ്പെടുന്ന ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളുടെ പേരെന്താണ്? താങ്ങുവേരുകൾ. കൈതച്ചെടിയിൽ കാണുന്ന തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ ഏതാണ്? പൊയ്ക്കാൽ വേരുകൾ. കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകളെ എന്തു പറയും? ശ്വസന. ആഹാരം സംഭരിച്ചു വയ്ക്കാൻ സാധിക്കുന്ന വേരുകൾ എന്താണ്? സംഭരണ വേരുകൾ. മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡം എന്ത് പേരിൽ അറിയപ്പെടും? ഭൂകാണ്ഡങ്ങൾ. ഉദാഹരണം ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, മിനിമം ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചുറപ്പിച്ച് വെക്കുക. അടുത്ത പോർഷനിൽ നമുക്ക് ഇതുപോലെ റിവിഷനുമായിട്ട് കാണാം. അപ്പോൾ ഇനി സമയമില്ലല്ലോ, നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പറയാം. സസ്യലോകത്തെ അടുത്തറിയാം എന്നുള്ള ചാപ്റ്റർ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ പറയാം. അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും ചോദ്യങ്ങൾ മിനിമം പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.